നമസ്കാരം. ചില ദുശ്ശീലങ്ങൾ മാറ്റുന്നതിനെ കുറിച്ച് ചില വ്രതങ്ങളൊക്കെ നമ്മൾ എടുക്കാറുണ്ടല്ലോ. ഒരു ജീവിതകാലം മുഴുവനും ഞാൻ ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ. ചിലരാണെങ്കിൽ ഒരു സുദീർഘമായ കാലഘട്ടം തീരുമാനിച്ചിട്ട് ആ കാലഘട്ടം മുഴുവനും ഞാൻ അങ്ങനെ ചെയ്യില്ല, ഇങ്ങനത്തെ വ്രതങ്ങളൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെ എടുക്കാൻ പാടില്ല, അതൊട്ടും തന്നെ പ്രായോഗികമല്ല. അതിന് വരെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഹ്രസ്വകാല വ്രതം എടുക്കുക. ഉദാഹരണം, അടുത്ത ഒരാഴ്ച കാലത്തേക്ക് ഞാൻ പുക വലിക്കില്ല. നമുക്ക് നോക്കാം അതെങ്ങനെ വരുന്നു എന്ന്. ശരിയായി നടക്കുന്നുവെങ്കിൽ ആ ഒരാഴ്ച എന്നുള്ളത് കുറച്ചുകൂടി കാലാവധി കൂട്ടി നോക്കാം. പുകവലി മാത്രമല്ല, മദ്യപാനം തുടങ്ങി ഏത് ദുശ്ശീലങ്ങൾ മാറ്റുന്നതിനും ഹ്രസ്വകാല വ്രതങ്ങൾ വളരെയധികം ഫലപ്രദമാണ്. അപ്പൊ ഏതെങ്കിലും കാരണവശാൽ അത് മുടങ്ങിപ്പോയാൽ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ പേരിൽ ഒട്ടും തന്നെ കുറ്റബോധം തോന്നാതിരിക്കുക എന്നതും വളരെ പ്രധാനമാണ്. ഒരു കാര്യം ചെയ്യാം, ഒരു ഡയറിയിലോ നോട്ട്ബുക്കിലോ എഴുതി വെക്കുക എപ്പോൾ എത്ര പ്രാവശ്യം മുടങ്ങി എന്ന് എഴുതി വെക്കാൻ സാധിക്കും. ചില പ്രത്യേക അവസരങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. ചില സുഹൃത്ത് സംഗമങ്ങൾ, വിവാഹ ആഘോഷം തുടങ്ങിയ ചില സന്ദർഭങ്ങൾ, അവയുടെ ഭാഗമായിട്ട് നമ്മുടെ മേലുണ്ടാകുന്ന ചില സമ്മർദ്ദങ്ങൾ, മറ്റുള്ളവരുടെ വലിയ നിർബന്ധം, ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ ഉണ്ടാകാം. ആ കാരണം കൂടി ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. ഇന്ന കാരണം കൊണ്ട് എൻ്റെ ആ വ്രതം മുടങ്ങിപ്പോയി എന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. അത് പിന്നീടുള്ള സ്വയം ഒരു അവലോകനം നടത്തുന്നതിന് നമ്മളെ വളരെയധികം സഹായിക്കും. അപ്പൊ നാം ഇങ്ങനെ ഒരു വ്രതം എടുത്തിരിക്കുകയാണെന്നുള്ള അത് അറിയുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവരും പല രീതിയിലായിരിക്കും പ്രതികരിക്കുക. ചിലർ സർവാത്മന സഹകരിക്കും, കൊള്ളാം, നല്ലത്, അങ്ങനെ തന്നെ വേണം, നമുക്ക് ഞാനും നിന്നോടുകൂടി സഹകരിക്കാം എന്ന് പറയുന്നവരുണ്ടാകും. മറ്റു ചിലരാണെങ്കിലോ അതെങ്ങനെയെങ്കിലും അത് മുടക്കിയിട്ട് നമ്മളെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാനായിട്ടായിരിക്കും അവരുടെ ശ്രമം. പലതരത്തിലുള്ള ആൾക്കാരല്ലേ. വേറെ ചില ആൾക്കാരുണ്ട്, പരിഹസിക്കും, അതിനെ കളിയാക്കും. ആ കളിയാക്കലിന്റെ മുമ്പിലും നമ്മൾ വീണ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. വേറെ ചില ആൾക്കാർ നിരുത്സാഹപ്പെടുത്തും. അവർ പറയും നമുക്ക് ഇതിനുള്ള പ്രായമായിട്ടില്ല, ഇതിനുള്ള സമയമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്താനായിട്ട് ശ്രമിക്കും. അപ്പൊ ഇങ്ങനെ പല പല സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി തന്നെ കാണണം. ആ മുൻകൂട്ടി കണ്ടിട്ട് അതിന് വേണ്ടുന്ന മുൻകരുതൽ എടുക്കണം. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ വരാൻ കളിയാക്കലുകൾ, നിരുത്സാഹപ്പെടുത്തലുകൾ, പുറകോട്ട് വലിക്കൽ, ഇങ്ങനത്തെ സാഹചര്യങ്ങളും ഉണ്ടാകാം. എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമായിരിക്കില്ല എടുക്കുന്നത് എന്ന് നമ്മൾ മുൻകൂട്ടി ഒരു കണക്കുകൂട്ടൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്നതും വളരെ നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചില വ്യക്തികളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ചില സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും ചിലതരം സമ്മർദ്ദങ്ങളെയും നമുക്ക് ഒഴിവാക്കാനും അങ്ങനെ ഒരു മുൻകരുതൽ ഉണ്ടെങ്കിൽ സാധിക്കും. അപ്പോൾ അങ്ങനെ ശ്രമിക്കുമല്ലോ. നന്ദി, നമസ്കാരം.